സൈനിക ശക്തി വളർത്തിയെടുത്ത നേതാവ്, ഇസ്രയേലിനെ വിറപ്പിച്ച ഒക്ടോബർ 7-ന്റെ സൂത്രധാരൻ, ഇസ്രയേലിന്റെ ഹിറ്റ് ലിസ്റ്റിലെ ഒന്നാമൻ, ഇറാനിൽ കൊല്ലപ്പെട്ട ഇസ്മായിൽ ഹനിയ്ക്ക് പകരം തലവനായി എത്തുന്ന യഹിയ സിൻവാർ ഇസ്രയേലിന്റെ ഉറക്കം കളയുന്ന പേരാണ്. മുമ്പ് ഗസയിലെ ഹമാസ് നേതൃസ്ഥാനത്തേക്ക് യഹിയ സിൻവാർ തെരഞ്ഞെടുക്കപ്പെട്ടപ്പോൾ തന്നെ ഇസ്രയേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾ കാരണമായതായി റിപ്പോർട്ടുകളുണ്ടായിരുന്നു. ആശങ്കകൾക്കിടയിലാണ് ഒക്ടോബർ 7-ന് മൊസാദിന്റെ അടക്കമുള്ള ഇസ്രയേലിന്റെ മുഴുവൻ സുരക്ഷാ സംവിധാനങ്ങളെയും മറികടന്ന് ഹമാസ് മിന്നൽ ആക്രമണം നടത്തുന്നത്. അതിന്റെ സൂത്രധാരനായിരുന്നു യഹിയ സിൻവാർ. അന്ന് തുടങ്ങിയ യുദ്ധം 10 മാസം പിന്നിടുമ്പോഴാണ് ഹമാസിന്റെ തലവനായി യഹിയ സിൻവാർ എത്തുന്നത്. അയൺ ഡോമുകൾ ഒരുക്കുന്ന സുരക്ഷാ സംവിധാനങ്ങളെയെല്ലാം വെല്ലുവിളിച്ച് ഇസ്രയേൽ നടത്തിയ ആക്രമണത്തിന് പിന്നാലെ തുടങ്ങിവെച്ച യുദ്ധത്തിന് അന്ത്യം കാണാൻ 10 മാസം പിന്നിട്ടിട്ടും ഇസ്രയേലിന് കഴിഞ്ഞിട്ടില്ല. ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഉത്തരവാദിത്തം ഇസ്രയേൽ ഏറ്റെടുക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടുമില്ല. അതിനിടയിലാണ് ഒക്ടോബർ 7-ന്റെ സൂത്രധാരനെ ഹമാസ് തലവനായി പ്രഖ്യാപിക്കുന്നത്. ഇത് ഇസ്രയേലിനെ കൂടുതൽ പ്രകോപിപ്പിക്കുമെന്ന് വിലയിരുത്തുന്നവരുമുണ്ട്. അതേസമയം ഇസ്രയേലിനുള്ള ഹമാസിന്റെ മുന്നറിയിപ്പ് കൂടിയാണെന്ന് നിരീക്ഷിക്കുന്നവരുമുണ്ട്. യഹിയ സിൻവാർ കൊലയാളിയാണെന്നായിരുന്നു ഇസ്രയേലിന്റെ ആദ്യ പ്രതികരണം. യഹിയ സിൻവാറിനെയും ഹമാസിനെയും ഭൂമുഖത്ത് നിന്ന് ഉന്മൂലനം ചെയ്യണമെന്ന് ഇസ്രയേൽ വിദേശകാര്യമന്ത്രി അന്ന് പറഞ്ഞിരുന്നു. ഇസ്മായിൽ ഹനിയുടെ നേതൃത്വത്തിൽ നടന്ന വെടിനിർത്തൽ ചർച്ചകൾ സിൻവാറിന്റെ നേതൃത്വത്തിൽ നടക്കുമെന്ന് ഒസാമ ഹംദാൻ പറഞ്ഞിരുന്നു. ഹമാസ് യുദ്ധഭൂമിയിലും രാഷ്ട്രീയത്തിലും ഉറച്ചു നിൽക്കുന്നു. 305 ദിവസമായി തുടരുന്ന പോരാട്ടത്തിന് നേതൃത്വം നൽകുന്നയാളാണ് സംഘടനയെ നയിക്കുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. 2017 മുതൽ ഹമാസിന്റെ നേതാവാണെങ്കിലും സിൻവാർ വളരെ അപൂർവമായ പൊതുവേദികളിൽ മാത്രമേ പ്രത്യക്ഷപ്പെട്ടിട്ടുള്ളൂ. സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിലായിരുന്നു സിൻവാർ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചത്. ആരാണ് യഹിയ സിൻവാർ? ഈജിപ്തിന്റെ നിയന്ത്രണത്തിലുണ്ടായിരുന്ന ഗസയിലെ ഖാൻ യൂനിസിലെ ഒരു അഭയാർത്ഥി ക്യാമ്പിൽ 1962 യഹിയ സിൻവാറിന്റെ ജനനം. 1948 അറബ് ഇസ്രയേൽ യുദ്ധത്തിൽ അൽ മജ്ദൽ അസ്കലാനിൽ നിന്ന് പലായനം ചെയ്ത ഗസയിൽ അഭയം നേടിയതായിരുന്നു യഹിയ സിൻവാറിന്റെ കുടുംബം. അഭയാർത്ഥി ക്യാമ്പിൽ തികച്ചും ദുരിതപൂർണമായ ജീവിതം. ക്യാമ്പുകളിൽ ജനങ്ങൾക്കെതിരെ അധിനിവേശ ഭരണകൂടം നടത്തുന്ന അതിക്രമങ്ങൾക്കും നേരിട്ട് കണ്ടും അനുഭവിച്ചുമായിരുന്നു യഹിയ സിൻവാറിന്റെ ബാല്യം. ഖാൻ യൂനിസ് സെക്കൻഡറി സ്കൂളിൽ 4 ബേസിൽ നിന്ന് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ യഹിയ സിൻവാർ ഗസയിലെ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അറബിക് പഠനത്തിൽ ബിരുദം നേടി. പഠന സമയത്ത് തന്നെ ഫലസ്തീനിലെ മുസ്ലിം ബ്രദർഹുഡിന്റെ വിദ്യാർത്ഥി വിഭാഗമായിരുന്ന ഇസ്ലാമിസ്റ്റ് ബ്ലോക്കിന്റെ തലപ്പത്തെത്തി. യഹിയുടെ ഫലസ്തീൻ വിമോചന പ്രവർത്തനങ്ങളുടെ തുടക്കം ഇവിടെ നിന്നായിരുന്നു. പിന്നീട് തേടിയെത്തിയ ഉന്നത പദവികളെല്ലാം യഥോചിതം കൈകാര്യം ചെയ്യാൻ വിദ്യാർത്ഥി കാലത്തെ ഈ പ്രവർത്തന പരിചയം യഹിയ സിൻവാറിന് ധാരാളമായിരുന്നു. 1980കളുടെ അവസാന ഘട്ടത്തിൽ നടന്ന ആദ്യ ഫലസ്തീൻ കലാപത്തിൽ ഹമാസിന്റെ സൈനിക വിഭാഗം രൂപീകരിക്കാൻ പ്രധാന പങ്കുവഹിച്ചു. അട്ടിമറി പ്രവർത്തനങ്ങളുടെ പേരിൽ 1982 സിൻവാർ ആദ്യമായി അറസ്റ്റിലാകുന്നത്. മാസങ്ങളോളം ഫറാം ജയിലിൽ കഴിയുകയും അവിടെ സലാഹ് ഷെഹ്ദോ ഉൾപ്പെടെയുള്ള ഫലസ്തീനിയൻ പ്രവർത്തകരെ കണ്ടുമുട്ടുകയും വിമോചന പ്രവർത്തനങ്ങൾക്കായി സ്വയം സമർപ്പിക്കുകയും ചെയ്തിരുന്നു. 1985 വീണ്ടും അറസ്റ്റ് ചെയ്യപ്പെട്ടു. മോചിതനായ ശേഷം റാഹി മുസ്താഷിഹുമായി അദ്ദേഹം സുമത്ത് അൽ ജിഹാദ് വൽ ദവ എന്ന സംഘടന സ്ഥാപിച്ചു. 1987 ഹമാസ് രൂപീകരിച്ചപ്പോൾ സിൻവാറിന്റെയും സലാഹ് ഷഹാദിന്റെയും സംഘം അതിന്റെ ഭാഗമായി. ഇസ്രയേലുമായി സഹകരിച്ച് പ്രവർത്തിച്ചവരെന്ന സംശയിക്കുന്നവരെ കൊന്ന് അദ്ദേഹത്തിന്റെ ഖാൻ യൂനീസിന്റെ കശാപ്പുകാരൻ എന്ന വിളിപ്പേര് നേടിക്കൊടുത്തു. 1988 വീണ്ടും യഹിയ അറസ്റ്റിലാവുകയാണ്. 2ാം ഇസ്രയേൽ സൈനികരുടെയും 4ാം ഫലസ്തീൻ പൗരന്മാരുടെയും കൊലപാതകത്തിൽ പങ്കുണ്ടെന്ന് ആരോപിച്ചായിരുന്നു അന്ന് അറസ്റ്റ് ചെയ്തത്. ചോദ്യം ചെയ്യലിൽ യഹിയ ഈ കുറ്റം സമ്മതിക്കുകയും ചെയ്തു. ഈ സംഭവത്തിൽ 4 ജീവപര്യന്തം തടവിനാണ് സിൻവാറിനെ ശിക്ഷിച്ചത്. പലതവണ ജയിൽ രക്ഷപ്പെടാൻ ശ്രമിച്ചെങ്കിലും പിടിക്കപ്പെട്ടു. 2008 ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നതിനിടെയാണ് തലച്ചോറിലെ ട്യൂമർ നീക്കം ചെയ്യാനായി ഒരു ശസ്ത്രക്രിയയ്ക്ക് യഹിയ വിധേയനായത്. പിന്നീട് ഹമാസിന്റെ തലപ്പത്തേക്ക്. 2006 ഹമാസിന്റെ ഇസദ് ദിൽ അൽ ഖസം ബ്രിഗേഡ് ഇസ്രയേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. ചരിത്രത്തിൽ ഇസ്രയേലിനേറ്റ കനത്ത തിരിച്ചടിയായിരുന്നു അത്. തുരങ്കം നിർമ്മിച്ച് ഇസ്രയേൽ ഭൂപ്രദേശത്ത് കയറി ഹമാസ് സൈനിക പോസ്റ്റ് ആക്രമിക്കുകയായിരുന്നു. 2 സൈനികരെ ഇസ്രയേലിന് നഷ്ടപ്പെട്ടു. നിരവധി പേർക്ക് പരിക്കേറ്റു. ഗിലാഷ് ദാലി എന്ന ഇസ്രയേൽ സൈനികനെ ഹമാസ് ബന്ദിയാക്കി. ഇയാളെ 5 വർഷം തടവിൽ വെച്ചു. 2011 മുതൽ 2022 വർഷമാണ് സിൻവാറിന് അന്ന് തുടർച്ചയായി ജയിലിൽ കഴിയേണ്ടി വന്നത്. 2011 ഒക്ടോബർ 18 ചൊവ്വാഴ്ച ഹമാസും ഫലസ്തീനുകളും ഏറെ അഭിമാനത്തോടെ ഓർക്കുന്ന ദിവസമാണ്. ബന്ദിയാക്കിയ ഇസ്രയേൽ കമാൻഡർ ഗിലാദ് ഫലിദിന് പകരം ഹമാസ് ആവശ്യപ്പെട്ടത് യഹിയ സിൻവറിനെ ആയിരുന്നു. യഹിയ സിൻവറിന്റെ മോചനത്തിനായിരുന്നു. യഹിയയ്ക്കൊപ്പം തടവിലാക്കിയ
1027 ഫലസ്തീനുകളെ കൂടി ഇസ്രയേലിന് വിട്ടുകൊടുക്കേണ്ടി വന്നു. ഫലസ്തീനുകളെ വിട്ടയച്ചതിനേക്കാൾ യഹിയ സിൻവർ എന്ന പോരാളിയെ വിട്ടയച്ചതിന്റെ പേരിൽ ഇസ്രയേൽ ഇന്നും ഖേദിക്കുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യമാണ്. പിന്നീട് യഹിയ സിൻവറിനൊപ്പം ഹമാസും എത്രത്തോളം വളർന്നു എന്നതിന് മാത്രമാണ് കാലം സാക്ഷിയാകേണ്ടി വന്നത്. യഹിയ ഹമാസിന്റെ സൈനിക വിഭാഗത്തിലായിരുന്നു സിൻവാർ പ്രവർത്തിച്ചിരുന്നത്. ഹമാസ് നേതൃത്വത്തോട് പൂർണ്ണ വിധേയത്വം അണികളിൽ നിന്ന് ആവശ്യപ്പെടുന്ന നേതാവാണ് യഹിയ. തീപ്പൊരി പ്രസംഗങ്ങളിലൂടെ അണികൾക്കിടയിലും ജനങ്ങൾക്കിടയിലും പ്രസിദ്ധി നേടി. സ്വന്തം അണികൾക്ക് നേരെയും കടുത്ത നടപടിയെടുക്കാൻ മടിക്കാത്ത നേതാവായിരുന്നു യഹിയ സിൻവർ. ഗസയിലെ ഹമാസ് നേതൃത്വ സ്ഥാനത്തേക്ക് യഹിയ സിൻവർ തെരഞ്ഞെടുക്കപ്പെട്ടത് ഇസ്രായേൽ രാഷ്ട്രീയ രംഗത്തും സുരക്ഷാ രംഗത്തും ഉത്കണ്ഠകൾക്ക് കാരണമായതായി റിപ്പോർട്ടുണ്ട്. ഇന്നും ഇസ്രായേൽ ഭയപ്പെടുന്നത് ഒരൊറ്റ കാരണം കൊണ്ടാണ്. അത് ഫലസ്തീനെ ഓർത്തിട്ടല്ല, യഹിയ സിൻവർ എന്ന ഒരൊറ്റ ആളെ ഉദ്ദേശിച്ചിട്ടാണ്. അതുകൊണ്ട് തന്നെയാണ് ഇസ്രായേൽ ഇത്രയൊക്കെ കാട്ടിക്കൂട്ടുന്നതും ആ ഒരു പടയൊരുക്കം നടത്താനൊരുങ്ങുന്നതും.